കൂട്ടുകാരെ, പെട്ടെന്നാണ് മനസ്സിലേക്ക് എനിക്കിന്നും മെയ് 31-ാം തീയതി ആണല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. അപ്പം തന്നെ ഞാൻ 1.5 ഗ്ലാസ് പച്ചരി വെള്ളത്തിലെടുത്തിട്ട്, എനിക്ക് ചെറുപ്പനാളിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് മാതാവിൻ്റെ കപ്പേള ഉണ്ടായിരുന്നു. അപ്പം മെയ് മാസം മുഴുവൻ മാതാവിൻ്റെ വണക്ക് മാസമായിരിക്കും. അവസാന ദിവസം ഈ പാച്ചോറ് കൊടുക്കുമായിരുന്നു. അതിൻ്റെ ഓർമ്മ വന്നു. അപ്പോൾ അത് ഉണ്ടാക്കണമെന്നൊരു തോന്നൽ തോന്നി. അപ്പോൾ 1.5 ഗ്ലാസ് പച്ചരി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് കുക്കറിലേക്ക് ഞാൻ ഇടാൻ പോവാണ്. ഞാൻ പച്ചരി വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ശർക്കരയുടെ നീരും കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം. അരിച്ചെടുത്ത ശർക്കരയാണ്. അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ ഇത് അധികം വെന്ത് പോവാണ്ട് നമുക്ക് വേവിച്ചെടുക്കാം ഈ അരി. അടക്കണക്കാകുമ്പോൾ ഒരു നുള്ളിൽ ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് ഇത് വേവിച്ചെടുക്കാം. കുക്കർ ആവി വന്നാൽ പിന്നെ വിസിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 2 വിസിൽ വരുമ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് നോക്കാം. ഈ പാകത്തിന് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. അധികം വെന്ത് പോയിട്ടില്ല. ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ കുറച്ചാണ് വെച്ചേക്കണേ. ഇനി ഈ അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരകിയതോടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ചുക്കും ജീരകവും ഏലക്കായും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പേളയെന്നൊക്കെ പാച്ചോറ് കിട്ടുമ്പോൾ അതിനകത്ത് കപ്പലണ്ടി ആയിരിക്കും ഉള്ളത്. അപ്പം എൻ്റെ അടുത്ത് കപ്പലണ്ടി ഉണ്ടായില്ല. അതാണ് ഞാൻ ഇത്തിരി കശുവണ്ടി നുറുക്കി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി എല്ലാവരും കൂടി നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. അപ്പം എല്ലാവരും ഞാൻ കൂട്ടി യോജിപ്പിക്കുകയാണ്. എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. എന്നിട്ട് അതും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. ചൂടാറാൻ വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചേക്കാണ്. ഈ ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് മുറിച്ച് നോക്കാം. നമ്മുടെ പാച്ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കഷ്ണം പാച്ചോറും 2-3 ചക്കച്ചോളയുമാണ് തന്നിരുന്നത് ഞങ്ങൾക്ക്. ആ ഓർമ്മ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മായണില്ല.